വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഇന്നത്തെയും വീഡിയോ കൂടി മിക്സ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. ഇന്നലത്തെ വീഡിയോ എടുത്ത് നോക്കിയപ്പോൾ ജസ്റ്റ് 7 മിനിറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇന്നലത്തെയും മെനിങ്ങാന്നത്തെയും രണ്ടും കൂടി മിക്സ് ചെയ്തപ്പോൾ ഒരു 13 മിനിറ്റ് കാണുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണ് പിന്നെ ഞാൻ രണ്ടും കൂടി ഒരുമിച്ചിടാമെന്ന് കരുതിയത്. ചിലർക്കൊക്കെ അത്യാവശ്യം ലെങ്തി വീഡിയോസ് ഇഷ്ടമായതുകൊണ്ടാണ്. പിന്നെ വീട്ടിലെ വിശേഷം കാണിക്കുമ്പോൾ അതിലൊരു ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട്, അതുകൊണ്ടാണ് പിന്നെ കുറച്ചായിട്ടൊക്കെ ഇടുന്നത്. അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി 2 വീഡിയോയും കൂടി മിക്സ് ചെയ്ത് നമുക്ക് ഇടാം കേട്ടോ. എന്തായാലും ഇതിപ്പോൾ തിരുമല വീട്ടിലാണുള്ളത്. നമ്മുടെ ഡോബി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് മാറ്റെല്ലാം എടുത്ത് മുകളിൽ വെച്ചിരിക്കുകയാണ്. എനിക്കൊരു ചായ കുടിക്കാനായിട്ട് തോന്നി, അങ്ങനെ ഞാൻ ചായ ഇട്ടു. ഡോബിയുടെ റിവ്യൂ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ കമൻറ്റ് ബോക്സിൽ വരാറുണ്ട്. ഞാൻ മിക്കവാറും ഡോബിയുടെ റിവ്യൂ പറയുന്നതാണ്. ഡോബി എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല ഒരു വർക്ക് ചെയ്യുന്ന ഒരു യന്ത്രമായിട്ടാണ് തോന്നിയിട്ടുള്ളത് കേട്ടോ. കാരണം നല്ല നീറ്റായിട്ട് ക്ലീൻ ചെയ്ത് തരും, അല്ലെന്നൊരു ടെൻഷനും കാര്യങ്ങളും ഇല്ല. എൻ്റെ ലിങ്ക് ഞാൻ ടാഗ് ചെയ്തേക്കാം, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഷോപ്പ് ചെയ്യാവുന്നതാണ്. വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ, എനിക്ക് ഓക്കെയാണ് ഡോബി. അതിനെപ്പറ്റി പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. അത് നല്ലതായിട്ട് നമുക്ക് നീറ്റാക്കി തരും. പിന്നെ ഡോറിൻ്റെ ബാക്ക് സൈഡ് സ്റ്റെപ്പ് അങ്ങനെയുള്ള ഭാഗങ്ങളൊന്നും ക്ലീൻ ചെയ്യില്ല. അല്ലെങ്കിൽ നമ്മൾ ഡോറൊക്കെ അടച്ചു കൊടുത്താൽ അത് ക്ലീൻ ചെയ്യും, അല്ലാണ്ട് സ്റ്റെപ്പൊന്നും ക്ലീൻ ചെയ്യില്ല. അത് മാത്രമേ ഉള്ളൂ കേട്ടോ, ബാക്കിയൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ചായ ഇട്ടപ്പോൾ ഒരു ആശ്വാസം കിട്ടി. ഒരു കുളിയെല്ലാം കഴിഞ്ഞിട്ടാണ് ചായ ഇടാൻ വന്നത്. നല്ല ഏലക്കായും ചുക്കും എല്ലാം കൂടി ഇടിച്ച് പൊടിച്ച് വെച്ചിരിക്കുന്ന ഒരു മസാല ടീ ആണ് ഇട്ട് ഞാൻ കുടിച്ചത് കേട്ടോ. ഇപ്പം നോർത്തിൽ പോയിട്ട് വന്ന ശേഷം കുറച്ചൊക്കെ ചായ കുടിക്കാൻ ഇഷ്ടമാണ്, അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ഏലക്കായും ചുക്ക്, പെരുംജീരകം, പട്ട എല്ലാം കൂടി ചേർത്ത് പൊടിച്ച് കുറച്ച് വച്ചിട്ടുണ്ട്. അപ്പോൾ ചായ കുടിക്കണമെന്ന് തോന്നുമ്പോൾ അങ്ങനെ കുടിക്കും കേട്ടോ. ഇത് വസ്ത്രം നമ്മുടെ ചീമയുടെ ഈ 7th മന്ത് സെറിമണിക്ക് ഞാനും അമ്മയൊക്കെ സാരി ഉടുത്തിരുന്നില്ലേ, അപ്പോൾ ആ സാരിക്ക് വേണ്ടിയിട്ട് ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റോക്ക് ക്ലിയറൻസിൻ്റെ ഭാഗമായിട്ട് വസ്ത്രയിൽ ചെറിയൊരു ഓഫർ നടക്കുന്നുണ്ട്. 999 കുറച്ച് കോഡ് സെറ്റ്സും അവൈലബിൾ ആയിട്ടുള്ള കോഡ് സെറ്റ്സും കുറച്ച് ഡ്രസ് ഫ്രോക്കൊക്കെ സെയിലുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ഇട്ടപ്പോൾ അത്യാവശ്യം കുറച്ച് എൻക്വയറീസ് വരുന്നുണ്ട്. അങ്ങനെ അതിൻ്റെ കാര്യങ്ങൾ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഞാൻ കുറച്ച് സ്റ്റോക്ക് എടുക്കും, അത് തീരുന്നവരെ ഭയങ്കര ആക്റ്റീവായിരിക്കും വസ്ത്രയിൽ. പിന്നെ കുറച്ച് ദിവസത്തേക്ക് ഒന്നും ഉണ്ടാവില്ല. ഇനിയിപ്പോൾ വസ്ത്രയിൽ കുറച്ച് സാരീസൊക്കെ എടുക്കാൻ പോകണം. വേദയുടെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെയും മടിച്ചിരിക്കുക കേട്ടോ. ഇനിയിപ്പോൾ പൊങ്കാലയൊക്കെ വരികയല്ലേ, ആറ്റുകാൽ പൊങ്കാലയൊക്കെ വരികയല്ലേ, ഇപ്പോൾ കുറച്ച് സാരീസൊക്കെ കൊണ്ടുവരാമെന്ന് പറഞ്ഞൊരു പ്ലാനൊക്കെ ഉണ്ട് കേട്ടോ. നെക്സ്റ്റ് വീക്ക് മേ ബി പോയാലായി, കൺഫേം ആയിട്ടില്ല. വേദയുടെ ട്യൂഷനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ മടിച്ച് നിൽക്കുകയാണ് ഞാൻ. ഭയങ്കര വെയിൽ കേട്ടോ, അങ്ങനെ അതൊന്നും ഷൂട്ട് ചെയ്യാമെന്ന് കരുതി. നമ്മൾ നോർത്തിലൊക്കെ പോകുമ്പോൾ നേരെ ഓപ്പോസിറ്റ്. ഒരു കൺട്രിയിലാണെങ്കിൽ തന്നെ ഓരോ സ്ഥലത്ത് ഓരോ ക്ലൈമറ്റും ഭക്ഷണ രീതി, ഭാഷ ഒക്കെ അല്ലേ, ഓരോ സ്ഥലത്ത് ഓരോ രീതി. ഓക്കെ, എനിക്കത് പെട്ടെന്ന് പറയണമെന്ന് തോന്നി അങ്ങനെ പറഞ്ഞത് കേട്ടോ. എന്നിട്ട് ഈവനിങ് ആയപ്പോഴേക്കും, ആക്ച്വലി ഇത് ഫ്രൈഡേ ഉള്ള വീഡിയോ കേട്ടോ. ഫ്രൈഡേ ഈവനിങ് ഞാനിങ്ങനെ നെട്ടയത്ത് വന്നു. ഇനി മൺഡേ മോർണിംഗേ തിരിച്ച് വീട്ടിൽ പോകത്തുള്ളൂ. ചീമ ഉള്ളതുകൊണ്ട് ജസ്റ്റ് വരാമെന്നൊക്കെ കരുതിയപ്പോൾ വരുന്ന വഴിക്ക് എനിക്ക് അതർവേ കളഞ്ഞ് കിട്ടി കേട്ടോ. വഴിയിൽ നിന്ന് കിട്ടിയതാണ്. അതങ്ങനെ അതർവയോട് വരുന്നോന്ന് ചോദിച്ചപ്പോൾ കൂടാന്ന് പറഞ്ഞു. അങ്ങനെ അതർവേ കൂടെ കൂട്ടി. അതർവയുടെ അമ്മ എന്തോ അമ്പലത്തിൽ പോകുന്നു, അച്ഛൻ ജിമ്മിൽ പോയിരിക്കുകയെന്ന് പറഞ്ഞു. അപ്പോൾ വീട്ടിലാരും ഇല്ലയെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാനിങ്ങനെ കൂടെ കൂട്ടി കേട്ടോ. അങ്ങനെ തിരിച്ച് വന്നപ്പോൾ ഞാനിങ്ങനെ നെട്ടയത്ത് പോകുന്ന വഴിക്ക് ഇങ്ങനെ കണ്ണൂസിൽ കയറി ഐസ്ക്രീമും സാധനങ്ങളൊക്കെ വാങ്ങിക്കുക കേട്ടോ. എല്ലാവർക്കും ഐസ്ക്രീമും വാങ്ങി. പിന്നെ ജീമയ്ക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ ഇവർക്ക് മൈസൂർ പിന്നെ ഡോണട്ടും ഒക്കെ വേണമെന്ന് പറഞ്ഞു. അത് വാങ്ങി, വേറെ ഒന്നും വാങ്ങിയില്ലേ. ടീം ഇപ്പോൾ ഉള്ളതുകൊണ്ട് എല്ലാ ഫ്രൈഡേ ആകുമ്പോഴും അതിന് മുന്നേ തുടങ്ങും, എന്ന് വരും എന്ന് ചോദിച്ചിട്ട്. അപ്പം ഞാനിപ്പോൾ കരുതി ഇന്നിപ്പോൾ പോയി 2 ദിവസം നിന്നിട്ട് ഇനി കുറച്ച് ദിവസത്തേക്ക് നെട്ടയത്തേക്കില്ല. കാരണം ഞാൻ നമ്മുടെ തിരുമല വീട്ടിലാണെങ്കിൽ ഫുഡൊക്കെ കഴിക്കുന്നത് വളരെ കുറവായിട്ട്, എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയുള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കും. ഇപ്പോൾ ഏട്ടനും വേറെക്കും ഫുഡ് ഉണ്ടാക്കുമെങ്കിലും എനിക്ക് ഞാൻ ഉണ്ടാക്കുന്ന ഫുഡ് കഴിക്കാൻ വലിയ താല്പര്യമില്ല കേട്ടോ. പക്ഷേ നെട്ടയത്ത് വന്നാൽ 24 മണിക്കൂറും എനിക്ക് കഴിച്ചുകൊണ്ടേയിരിക്കണം. അതുകൊണ്ട് ഞാൻ ഒരു തീരുമാനം എടുത്തു, ഇനി തിങ്കളാഴ്ച തിരിച്ച് തിരുമല വീട്ടിൽ പോയാൽ കുറച്ച് ദിവസത്തേക്ക് ഇനി നെട്ടയത്തേക്ക് വരുന്നില്ല എന്ന്. കുറച്ച് ദിവസമായിട്ട് ഞാൻ അങ്ങനെ അങ്ങ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുമായിരുന്നു. ഷുഗർ കട്ടൊക്കെ ആയിരുന്നു. ഇന്നിപ്പോൾ ഐസ്ക്രീം കണ്ടപ്പോൾ കൊതിയായിട്ട് പാടില്ല കേട്ടോ. പിന്നെ ഐസ്ക്രീം വാങ്ങിച്ചാണ് പോയത്. ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ ദിവസം ആ നെറ്റ്ഫ്ലിക്സിൽ ആ സ്ട്രേഞ്ചർ തിങ്സ് കണ്ട് എനിക്ക് 2 ദിവസം കൊണ്ട് കണ്ണ് അനക്കാൻ പാടില്ല, ഭയങ്കര വേദന. ഈ ഒറ്റൊരു കാര്യം കൊണ്ടാണ് ഞാൻ സീരീസ് കാണാത്തത്. കാരണം ഒരു സീരീസ് കണ്ടാൽ അത്
തീരുന്നവരെ ഒരു 2 ദിവസം കൊണ്ട് എത്ര എപ്പിസോഡ് ഉണ്ടെങ്കിൽ 2-3 ദിവസം കൊണ്ട് ഞാൻ കണ്ടു തീർക്കും കേട്ടോ. തീരുന്നവരെ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ ഈ സീരീസ് കാണൽ വളരെ കുറവാണ്. മൂവീസ് ഉണ്ടെങ്കിലേ കാണത്തുള്ളൂ. പക്ഷേ സ്ട്രേഞ്ചർ തിങ്സ് വലിയൊരു സംഭവമായതുകൊണ്ട് നമുക്ക് കണ്ടല്ലേ പറ്റത്തുള്ളൂ. പെൻഡിങ് കിടക്കുന്നത് കൊണ്ടും കാണുന്നതാണ് കേട്ടോ. അതുകൊണ്ട് 2 ദിവസം കൊണ്ടിട്ട് അതാണെങ്കിലും ഓരോ എപ്പിസോഡ് 1 മണിക്കൂർ അടുപ്പിച്ചുണ്ട്. അപ്പോൾ കുറച്ച് നേരത്തെ ഇതുണ്ട് കേട്ടോ. അതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ടാണ്. അങ്ങനെ എന്തായാലും നേരെ നെട്ടയത്ത് വന്നപ്പോഴേക്കും എല്ലാവരും കൂടിയൊക്കെ ഐസ്ക്രീമൊക്കെ കഴിക്കുകയാണ്. അച്ഛന് ഐസ്ക്രീമും നെയ്യപ്പവും മുറുക്കും അച്ഛപ്പൊക്കെ കഴിച്ച് കൊളസ്ട്രോളും ഷുഗറും ഒക്കെ കൂടുതലാണെന്ന് കഴിഞ്ഞ ദിവസം ചെക്ക് ചെയ്തപ്പോൾ ഡോക്ടറെ കണ്ടപ്പോൾ പറഞ്ഞ കേട്ടോ. അതുകൊണ്ട് അച്ഛൻ ഇങ്ങനെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. എന്നിട്ട് അച്ഛന് ഒരു ഐസ്ക്രീമൊക്കെ കഴിക്കാൻ കൊതിയാകുന്നുണ്ട്. പക്ഷെ അച്ഛൻ വെളിയിൽ ഇറങ്ങി നിന്ന് മനസ്സിനെ മുന്തിരി കഴിച്ച് സമാധാനിപ്പിക്കുക കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ചീമയെ വിളിച്ചുകൊണ്ടോ, അതായത് ഞായറാഴ്ച ചീമയെ വിളിച്ചുകൊണ്ട് വന്നു. ഞങ്ങൾ തിങ്കളാഴ്ച രാവിലെ വേദ സ്കൂളിൽ വിടുന്ന സമയത്ത് ഞാനങ്ങ് തിരിച്ചു പോയി. പിന്നെ ഇന്നാണ് കേട്ടോ വരുന്നത്. 2 ദിവസം നിന്നില്ല. അതുകൊണ്ടാണ് നിന്നേക്കാം എന്നൊക്കെ കരുതിയത്. വേദയ്ക്ക് പിന്നെ ഇനിയിപ്പോൾ എന്തായാലും ജനുവരി ആയി, ഫെബ്രുവരി മാർച്ച് എക്സാമൊക്കെ സ്റ്റാർട്ട് ചെയ്താൽ ഒട്ടും വന്ന് നമുക്ക് നിൽക്കാനൊന്നും പറ്റത്തില്ല. പിന്നെ ഇതിനിടയ്ക്ക് ഞാൻ എന്തായാലും വേദയെ കൊണ്ടൊന്നും നിർത്തിയിട്ടൊന്നും എനിക്ക് സാരീസൊക്കെ ഷോപ്പ് ചെയ്യാൻ പോകണമെന്ന് ആഗ്രഹമുണ്ട്. അത് ഈ പറഞ്ഞ പോലെ ട്യൂഷൻ, സ്കൂളിലെ ക്ലാസ് ഇതെല്ലാം നോക്കി അതുകൊണ്ടുള്ളൊരു കരുതിയിട്ടാണ് ഇങ്ങനെ അങ്ങ് മടിച്ച് പോകുന്നത് കേട്ടോ. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ഐസ്ക്രീം കഴിക്കുന്നു, ചോറൊക്കെ കഴിച്ചിട്ട് ദിവസങ്ങളാവുന്നത്. ഇവിടെ വന്ന് വീണ്ടും ചോറും പയറ് തോരനും മീൻ വറുത്തതൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പയറ് തോരനും ചോറും. പിന്നെ അത് കഴിക്കാണ്ടിരിക്കുന്നത് എങ്ങനെയാണ്, അതും കഴിച്ചു. അങ്ങനെ അതെല്ലാം കഴിച്ചുകൊണ്ടിരുന്നപ്പോഴേക്കും അഥർവയുടെ അച്ഛൻ വിളിക്കാൻ വന്നു കേട്ടോ. പിന്നെ അഥർവക്കുട്ടി അങ്ങ് പോയി. അവൾ പെട്ടെന്ന് തന്നെ പോയി. വേദയ്ക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ വീട്ടിൽ വരാൻ. എന്നോട് സ്കൂൾ വിട്ട് വന്നുടനെ പറഞ്ഞു, അമ്മ അഥർവയെ കൂടെ വിളിച്ചുകൊണ്ട് നമ്മുടെ വീട്ടിൽ പോകും, നെട്ടയത്ത് പോകും. അഥർവയുടെ അമ്മയും അച്ഛനൊന്നുമില്ല. ഇവരെന്തോ സ്കൂളിൽ സംസാരിച്ചാലേ കേട്ടോ. അപ്പം ഞാൻ അഥർവയുടെ അമ്മയ്ക്ക് മെസ്സേജ് ഇട്ടപ്പോൾ പറഞ്ഞു, ഇല്ല കുഴപ്പമില്ല, അച്ഛനുണ്ടാവും എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, വേദ ഇങ്ങനെ പറഞ്ഞായിരുന്നു അഥർവയെ കൂടെ വിളിക്കാൻ, നെട്ടയത്ത് നമുക്ക് ഒരുമിച്ച് പോകാമെന്നൊക്കെ പറഞ്ഞായിരുന്നു. എങ്കിൽ പിന്നെ ഓക്കെ എന്ന് പറഞ്ഞിട്ടാണ്. അഥർവയ്ക്ക് സന്തോഷം, വേദയ്ക്ക് സന്തോഷം, കുട്ടികളെ ഒരുമിച്ച് നിൽക്കണമല്ലേ. അങ്ങനെയാണ് അഥർവയ്ക്കൂടെ കൂട്ടിയിട്ട് അവൾ ഒപ്പം തന്നെ വന്ന പാടെ പോവുകയും ചെയ്തു. ഓക്കെ, എന്നിട്ട് എന്താണ് ഇത് അടുത്ത ദിവസമായി കേട്ടോ. അപ്പോൾ അമ്മ ചക്ക വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ചക്ക വാങ്ങിയിട്ട് ഇപ്പോൾ നമുക്കിപ്പോൾ ചക്ക സീസണിലല്ലേ ചക്ക കിട്ടുള്ളൂ, എപ്പോഴും കിട്ടില്ലല്ലോ. ചക്ക ഉള്ളപ്പോൾ നമ്മൾ ഇതുപോലെ ഇപ്പോൾ അവിയലിനോ തോരനല്ലോ ഇങ്ങനെ പുഴുക്ക് വയ്ക്കാനോ ഒക്കെ അരിഞ്ഞിട്ട് ഫ്രീസറിൽ സൂക്ഷിക്കുകയാണെങ്കിൽ എത്ര നാൾ വേണം ഇരിക്കും കേട്ടോ. കട്ട് ചെയ്ത് തന്നെ വയ്ക്കണം. കാരണം ഫ്രീസറിൽ വെച്ചിട്ടെടുക്കുമ്പോൾ വാടി കുഴഞ്ഞതുപോലെ ഇരിക്കും. അപ്പോൾ നമുക്ക് കട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കട്ട് ചെയ്തിട്ട് വെച്ചാൽ ഭയങ്കര ഈസിയാണ്. എത്ര നാൾ, 1 വർഷത്തിൽ കൂടുതൽ വരെ ഫ്രീസറിൽ ഇരിക്കും കേട്ടോ. ചീമയൊക്കെ പുറത്തുനിന്ന് പഠിക്കുമ്പോൾ അമ്മ ഇതുപോലെ ചക്ക കിട്ടുമ്പോൾ വാങ്ങിച്ച് വെച്ചിട്ട് ഇതുപോലെ അവൾ വരുമ്പോൾ ഉപയോഗിക്കുമായിരുന്നു കേട്ടോ. അത്ര ഫ്രഷ് ടേസ്റ്റ് എന്നല്ല, എങ്കിലും വേറെ ഒരു ടേസ്റ്റ് വ്യത്യാസം ഒന്നുമില്ല. ചക്കയുടെ ടേസ്റ്റ് തന്നെ കിട്ടും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ ചക്കയൊക്കെ എപ്പോഴും കിട്ടാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇത് ചെറുപയറിനെ അമ്മ വറുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ, നമ്മുടെ ചീമയുടെ വീഡിയോയിലിട്ടപ്പോൾ മുന്തിരിക്കൊത്തെന്ന് ഞാൻ പറഞ്ഞത് ആർക്കും അറിയില്ല. എന്താണ് മുന്തിരിക്കൊത്തെന്ന് ചോദിച്ചു. അപ്പോൾ അതിൻ്റെ അമ്മ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു, അതിൻ്റെ വീഡിയോ എടുക്കാമെന്ന് എഴുതി. പക്ഷേ അമ്മ ഉണ്ടാക്കിക്കൊണ്ട് നിന്നപ്പോഴേക്കും വൈകിട്ട് സച്ചിൻ പറ്റണമെന്ന് പറഞ്ഞപ്പോൾ പഴംപൊരിയൊക്കെ വാങ്ങിച്ചിട്ട് വന്നു. പിന്നെ മുന്തിരിക്കൊത്ത് ഉണ്ടാക്കാൻ പോയില്ല കേട്ടോ. അതിൻ്റെ വീഡിയോ ഞാൻ നാളെ ഇടാവേ. എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു സാധനമാണ് ഈ മുന്തിരിക്കൊത്തെന്ന് പറയുന്നത്. ഈ ചെറുപയറിനെ പൊടിച്ച് വറുത്ത് ശർക്കര പാനിയിലൊക്കെ ആക്കിയിട്ട് ഉണ്ട ബോൾസ് പോലെ ആക്കി അരിമാവിലെന്തോ മുക്കി എണ്ണയിലിടുന്നതാണ്. ചില മുന്തിരിക്കൊത്ത് കോമൺലി കടിച്ചാൽ പൊട്ടാത്തൊരു സാധനമാണ്. നിങ്ങളുടെ നാട്ടിൽ ചിലപ്പോൾ അതിന് വേറെ എന്തെങ്കിലും ആയിരിക്കും പറയാം. നമ്മുടെ സുഖിയാനില്ലേ, അതിൻ്റെ വേറൊരു വേർഷനാണ്. സുഖിയാൻ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. അത് പയർ മുഴുവനെ വെച്ചിട്ടില്ലേ. ഇത് ചെറുപയറിനെ വറുത്ത് പൊടിച്ചിട്ട് കുഞ്ഞു ബോൾസാക്കി കടിച്ചാൽ പൊട്ടാത്തൊരു സാധനമാണ് മുന്തിരിക്കൊത്ത്. എന്തായാലും അമ്മ നാളെ ഉണ്ടാക്കുക. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാവുമായിരിക്കും. എനിവേ കാണിച്ചു തരാം കേട്ടോ അതെന്താണ്. വളരെ പണ്ടൊക്കെ ഉണ്ടാക്കുന്ന സാധനം കഴിക്കുമ്പോൾ കടിച്ചാൽ ഇങ്ങനെ പൊട്ടാത്ത സാധനമാണ്. ഇപ്പം പിന്നെ കുറച്ചൊക്കെ മുന്തിരിക്കൊത്ത് കടിച്ചാൽ പൊട്ടുന്നു. വേദയ്ക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ മുന്തിരിക്കൊത്ത്. എന്തായാലും അമ്മ നാളെ ഉണ്ടാക്കും. അപ്പോൾ കാണിക്കാൻ. ചെറുപയറിനെ ആദ്യം പൊടിച്ചിട്ടൊന്ന് വറുക്കുക കേട്ടോ. നമ്മുടെ ഈ പരിപ്പ് കറിയൊക്കെ ഉണ്ടാക്കില്ല, അതുപോലെ വറുക്കുക. അതാണ് സംഭവം, ഫസ്റ്റ് ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. അടുത്ത് ചോറ് കഴിക്കാൻ സമയമായിട്ടുണ്ട്. ചക്കപ്പുഴുക്ക്, നമ്മുടെ ഇവിടെ ചക്ക ഇളക്കിയതെന്ന് പറയും കേട്ടോ. ചക്കപ്പുഴുക്ക്, കണ്ണൻ കുഴിയാള മീൻ, പിന്നെ അത് വറുത്തതുണ്ട്, ബീട്രൂട്ട് തോരനുണ്ട്. എനിക്ക് ഇന്നലത്തെ പയറ് തോരൻ ഇഷ്ടമായതുകൊണ്ട് പയറ് തോരൻ എടുത്തു കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിയാണ് ഇന്നൊരു പിടിക്കാൻ പോകുന്നത്. 2-3 ദിവസമായിട്ട് ഞാൻ ചോറൊക്കെ നിർത്തി വെച്ചിരിക്കുകയായിരുന്നു.
പക്ഷേ എന്നെ അമ്മ കഴിപ്പിച്ചേ അടക്കത്തുള്ളൂ. എന്നാൽ പിന്നെ കഴിച്ചേക്കാമെന്ന് കരുതി. അമ്മയ്ക്ക് വിഷമമാവണ്ടല്ലോ, അതുകൊണ്ട് കഴിച്ചേക്കാമെന്ന് കരുതി. പക്ഷെ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല കേട്ടോ. ചോറും മീൻകറിയും സൂപ്പർ ടേസ്റ്റായിരുന്നു. തേങ്ങയിലല്ലോ, മല്ലിയും മുളകൊന്നും വറുക്കാണ്ട് വെച്ച മീൻകറിയാണ്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഞാനിന്ന് വേദയെ 10 മണിയൊക്കെ ആയപ്പോൾ ട്യൂഷന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പോയിട്ട് വരുന്ന വഴിക്ക് പാരമീൻ ഉണ്ടെങ്കിൽ വാങ്ങാമെന്ന് പറഞ്ഞ് പോയിട്ടോ. പക്ഷെ പാരമീൻ കിട്ടിയില്ല. ഇത് അമ്മ 2 ദിവസം മുന്നേ എന്താ വാങ്ങിച്ച് വെച്ചിരുന്ന മീനായിരുന്നു. പക്ഷെ അസാധ്യ ടേസ്റ്റായിരുന്നു കേട്ടോ. മീൻകറിയും ചക്കയും ചോറും കൂടി. ചക്ക ഫ്രഷായിട്ട് തന്നെ ഇരിക്കും കേട്ടോ. അതിൽ വേറെ ടേസ്റ്റ് വ്യത്യാസമൊന്നും ഉണ്ടാവില്ലെങ്കിലും ആ ഒരു ഫ്രഷ് ചക്കയുടെ ഒരു അത്രയും ടേസ്റ്റ് ഉണ്ടാവില്ലെന്നേ ഉള്ളൂ. എന്ന് പറഞ്ഞ് ടേസ്റ്റിന് വ്യത്യാസക്കുറവൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഒട്ടും കിട്ടാത്തവർക്ക് അതൊരു നല്ല കാര്യമാണ്. ഞാൻ ചീമയുടെ വീഡിയോ എടുത്തു തരാൻ പറഞ്ഞു. അപ്പോൾ ചീമ വീഡിയോ എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ നിനക്ക് ഷവർമ വാങ്ങിച്ചു തരാം. ഉടനെ എവിടെയോ കേട്ടോണ്ടിരുന്ന വേദങ്ങാടി ഞാൻ എടുത്തു കൊടുക്കാം എന്ന് പറഞ്ഞ് എൻ്റെ നിന്ന് ഫോണ് പിടിച്ച് വാങ്ങിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ ഞാനന്ന് നമ്മുടെ ഹൽദിറാംസിൽ നിന്നൊരു ഇത് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ, ഗിഫ്റ്റ് ഹാമ്പർ. ഫുൾ തേപ്പായിരുന്നു കേട്ടോ. അതിൽ ഒരു കുന്തവും ഉണ്ടായിരുന്നില്ല. കുറേ കപ്പലണ്ടി, അവരുടെ ചാറ്റ് മസാലയിൽ വറുത്ത കുഞ്ഞൊരു പാക്കറ്റ് കപ്പലണ്ടി. ഇതുപോലെ ഞാൻ ഇപ്പോൾ കാണിച്ചില്ലേ ബേൽപൂരിയുടെ സേവ് മീൻസ് അരി വറുത്തത്. മുകളിൽ മാത്രം ഒരു കാഷ്യൂ കുക്കീസ് ഉണ്ടായിരുന്നു, അത് കൊള്ളായിരുന്നു. പിന്നെ ഒരു മാംഗോ ഹൽവ ഉണ്ടായിരുന്നു കേട്ടോ. അത് രണ്ടും മാത്രമാണ്. പിന്നെ ഒരു ആൽമണ്ട് ചോക്ലേറ്റ് ഉണ്ടായിരുന്നു. ഇത് 3ആണ് അതിൽ ഉപയോഗമുള്ള സാധനങ്ങൾ ഉണ്ടായിരുന്നത്. ബാക്കി എല്ലാം പൊട്ട സാധനങ്ങളായിരുന്നു കേട്ടോ അതിലുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ഇന്ന് പൊട്ടിച്ചപ്പോൾ ഈ പൊരി കണ്ടു, ഒരു ചെറിയൊരു പാക്കറ്റ് പൊരി. അതിനെടുത്ത് ബേൽപൂരിയൊക്കെ ആക്കി കഴിച്ചു. അങ്ങനെ നമ്മുടെ മുന്തിരിക്കൊത്തൊക്കെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞപ്പോഴാണ് സച്ചിൻ പഴംപൊരിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നത് കേട്ടോ. പിന്നെ എന്നിട്ട് മുന്തിരിക്കൊത്തൊന്നും ഉണ്ടാക്കാൻ തോന്നിയില്ല. പിന്നെ ആ പഴംപൊരിയൊക്കെ കഴിച്ചു. നല്ല ചൂട് പഴംപൊരി ആയിരുന്നു. പിന്നെ ഉള്ളിവടയും ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ പഴംപൊരി എടുത്തു. കുറേ ദിവസമായി പഴംപൊരി കഴിച്ചിട്ട്. അങ്ങനെ പഴംപൊരി എടുത്തായിരുന്നു. എല്ലാ സാധനവും കഴിക്കും കേട്ടോ. കഴിച്ചിട്ട് കരുതും അയ്യോ കഴിക്കണ്ടേ വേണ്ടായിരുന്നു. അടുത്ത ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇന്ന് മുതൽ ഞാനൊന്നും കഴിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് എഴുന്നേൽക്കും. എന്തെങ്കിലും ഒരു സാധനം ഒന്ന് വായിൽ തൊട്ടാൽ മതി, പിന്നെ അങ്ങോട്ട് ചവപ്പാണ് കേട്ടോ. കഴിച്ചുകൊണ്ടേയിരിക്കും. അതാണ് എൻ്റെ ഒരു പ്രശ്നം. എന്നിട്ട് കഴിച്ചു കഴിഞ്ഞിട്ട് രാത്രി ഞാൻ അതിനെ ഓർത്ത് റിഗ്രറ്റ് ചെയ്യും, വേണ്ടായിരുന്നു എന്നിങ്ങനെ മനസ്സിൽ പറയും. അത് എൻ്റെ ഒരു വൃത്തികെട്ട സ്വഭാവമായിട്ട് മാറിക്കൊണ്ടിരിക്കുക കേട്ടോ. എന്തായാലും പഴംപൊരി കൊള്ളായിരുന്നു, അത് വേറെ കാര്യം. കുറേ ദിവസത്തിന് ശേഷമാണ് കേട്ടോ കഴിച്ചത്. നല്ല പഴംപൊരി കഴിച്ചത്. നമ്മൾ നോർത്തിലൊക്കെ പോയിട്ട് വന്നിട്ട് പിന്നെ കഴിച്ചില്ല. നോർത്തിൽ പോയിട്ട് വന്ന് ഇനി കഴിക്കാതെ ബാക്കിയുള്ളത് ബിരിയാണി മാത്രമാണ് കേട്ടോ. ബാക്കി എല്ലാം കഴിച്ചു. ഇനി മറ്റന്നാളൊരു കല്യാണമൊക്കെ ഉണ്ട്, അതുകൊണ്ടൊക്കെ ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ്. ഓക്കെ, അത് കഴിഞ്ഞ് വൈകുന്നേരമായി. കാര്യമൊക്കെ പറഞ്ഞ് എല്ലാവരും കൂടിയൊക്കെ ഇരിക്കുക കേട്ടോ. കൊതുകെന്ന് പറഞ്ഞാൽ ഭീകര കൊതുവാണ്. വൈകുന്നേരം ഒരു 5 മണിയൊക്കെ കഴിഞ്ഞ് 6 മണിയാകുമ്പോൾ അങ്ങ് തുടങ്ങും കൊതുക്. ഫ്രണ്ടിൽ ഒരു വനം പോലൊരു കാട് തനിയെ പൊടിച്ചു വന്ന് കിടക്കുക കേട്ടോ. ആരെല്ലാം കണ്ടിട്ട് അവിടെ ഒന്ന് ക്ലീൻ ചെയ്യാൻ കോർപ്പറേഷനിലൊക്കെ എത്ര പ്രാവശ്യം പരാതിപ്പെട്ടു എന്നറിയോ, ഒരു മനുഷ്യരെ തിരിഞ്ഞ് നോക്കുന്നില്ല. ആ കാടിൽ നിന്നാണ് കേട്ടോ ഇത്രയും കൊതുക് വരുന്നത്. എന്ത് പാടാന്നറിയാവോ. ഈ ഇൻസ്റ്റയിൽ FBയിലൊക്കെ കാണുന്നതാണ്, തൊട്ടടുത്ത സ്ഥലമൊക്കെ ഇതുപോലെ കാട് പിടിച്ച് കിടന്നാൽ ഇവിടെ കംപ്ലയിൻറ്റ് ചെയ്താൽ ഇപ്പം ശരിയാക്കി തരുമെന്ന്. വെറുതെ കേട്ടോ. ഒരുപാട് സ്ഥലങ്ങളിൽ പല സ്ഥലങ്ങളിലായിട്ട് പലയിടത്ത് അച്ഛൻ കംപ്ലയിൻറ്റ് ചെയ്തു, ഒരു മനുഷ്യനും തിരിഞ്ഞു നോക്കുന്നില്ല. ഇതൊക്കെ വെറുതെ പറയുന്നതാണ് കേട്ടോ. അങ്ങനെ ഇരുന്ന് കാര്യമൊക്കെ പറഞ്ഞിരുന്ന് വൈകുന്നേരമായി. പിന്നെ സച്ചിൻ അങ്ങ് പോവാട്ടോ. നിൽക്കാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. നാളെ വരാമെന്നും പറഞ്ഞ് പോവാണ്. അത് പിന്നെ എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ. അവരവരുടെ വീട്ടിൽ ചെന്ന് കിടക്കുമ്പോൾ കിട്ടുന്നൊരു സുഖം അത് എവിടെ പോയാലും, എത്ര നമ്മുടെ വീട്ടിൽ പോയാലും നമ്മൾ സ്ഥിരമായിട്ട് കിടന്നുറങ്ങുന്ന സുഖം, കിടക്കുന്ന കട്ടിൽ, കിടക്കുന്ന പോകുന്ന ബാത്റൂം ഇത് ഇത്രയും കിട്ടിയില്ലെങ്കിൽ ആർക്കും ആ ഒരു ഡേ കംപ്ലീറ്റ് ആവില്ല. എന്തായാലും സച്ചിൻ പോയി. നമ്മൾ സച്ചിൻ പോകുന്നത് നോക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വിശേഷം ഇവിടെ കഴിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട്, മുന്തിരിക്കൊത്ത് വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.